CPIയുടെ ഓഫീസും ഒപ്പം തന്നെ ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസും രണ്ടും ഒരേ സ്ഥലത്താണ് എന്നുള്ളതാണ്. നിരവധിയായ ആളുകൾ ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ആ ഒരു പ്രതിഷേധത്തിന് ഒരു അയവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ നിന്നും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ടൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഇവിടെ കാണുന്നത്. ഒരു പക്ഷേ ഇത് ആരാണ് ആദ്യം കണ്ടെന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. എന്തായാലും രാവിലെയാണ് ഈ സംഭവം കാണുന്നത്. കെ അജിത്ത് മുൻ എം എൽ എ ആയിട്ടുള്ള അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിരുന്നു. ഇവിടെ വലിയൊരു പ്രതിഷേധം രാവിലെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. ഇവിടെ സാർ മൃതദേഹം മാറ്റി ഇവിടെ ബോഡി എവിടെ ഉണ്ടല്ലേ? ഓക്കെ, മൃതദേഹം അവിടെ ഉണ്ട്, മൃതദേഹം മാറ്റിയിട്ടില്ല. പ്രതിഷേധം ഉണ്ടായിരുന്നു, നാട്ടുകാരുടെ ഒരു പ്രതിഷേധം രാഷ്ട്രീയമാക്കാൻ വേണ്ടി BJPയും കോൺഗ്രസും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു ശ്രമം നടത്തിയായിരുന്നു. അത് നമ്മുടെ പാർട്ടി ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ സമയം പാലിച്ചുകൊണ്ട് സംഘർഷം ഒഴിവാക്കി. ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. ഇത് രാവിലെ ഒരു 6:30 ആയപ്പോൾ ഇവിടെ നമ്മുടെ ഒരു പാർട്ടി പ്രവർത്തനം വന്നപ്പോഴാണ് കാണുന്നത്. അറിയില്ല. വികലാംഗനാണ് പച്ചക്കറിയുടെ ഇത് നടത്തുന്ന SPIയുടെ ഇവിടെ വന്ന് അതിൻ്റെ വെട്ടം കാണാതിരിക്കാനായിട്ട് അതിൻ്റെ ഇലക്ട്രിക് വയർ തന്നെ അയാൾ പ്ലെയർ ഉപയോഗിച്ച് കട്ട് ചെയ്തൊരു ഇലക്ട്രീഷ്യൻ ആണ് അങ്ങനെ അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈറ്റ് കാണാതിരിക്കാൻ വേണ്ടി മനസ്സിലാക്കാതിരിക്കും. വീഡിയോ ഒക്കെ ഇയാൾ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് കുറച്ച് ദിവസമായിട്ട് CPIക്കെതിരെയൊക്കെ കുറേ പോസ്റ്റുകൾ നടത്തുന്നുണ്ട്. നമ്മളതിന് അത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇപ്പോൾ ആനുകാലികമായിട്ട് യാതൊരു വിഷയങ്ങളും CPI ആയിട്ടൊന്നുമില്ല. 2010 സംഭവങ്ങളാണ് ആയിരിക്കാം, പഴയ സംഭവങ്ങളാണ്. നിലവിൽ ഇവിടുത്തെ പറ്റി ഒരു പ്രതിഷേധം രാവിലെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു ശ്രമം പോലീസുമായിട്ടും ഞങ്ങൾ CPI പ്രവർത്തകരുമായിട്ടുണ്ടായ അത്രയേ ഉള്ളൂ. അത് അന്വേഷിച്ച് പുറത്തു വരണം. CPIയുടെ പോലീസിൻ്റെ നടപടിക്രമങ്ങൾ അത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തോളാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോൾ RDO വന്നിട്ട് ബോഡി അയച്ചാൽ മതി എന്നുള്ള ഇതിലാണ് അവർ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ. നമുക്കതിൽ പ്രശ്നമൊന്നുമില്ല. അത് തന്നെയാണ് ഡോക്ടർ അരുൺകുമാർ. രാവിലെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു, അത് നിന്നും മാറ്റണം എന്നുള്ള കാര്യം തന്നെയാണ് അവർ ആലോചിക്കുന്നത്. ഇവിടെ നിരവധിയായ പ്രവർത്തകർ കൂടി നിൽക്കുന്നുണ്ട്. എന്തായാലും ഈ മൃതദേഹം ഇപ്പോഴും അഴിച്ചിട്ടില്ല. അത് RDO അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തിയ ശേഷമായിരിക്കും മൃതദേഹം അഴിക്കുക. ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ വലിയൊരു ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ അവർ കട്ട് ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിന്റെ ആരാണുള്ളത്? മണ്ഡലം പ്രസിഡന്റ്. എന്താണ് നിങ്ങളുടെ ഒരു? ഞങ്ങൾക്ക് സമഗ്രമായ അന്വേഷണം വേണം. അതിന് വളരെ സംശയാസ്പദമായ രീതിയിലാണ് CPIയുടെ ഓഫീസിൽ ദുരൂഹതയുണ്ട് ഈ മരണത്തിൽ. ആ ദുരൂഹത വെളിച്ചത്ത് വരണമെങ്കിൽ സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. ചിലപ്പോൾ ഇന്നലെയും ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ആയിട്ട് ബന്ധപ്പെട്ട ഉണ്ടായ ഒരു തർക്കം ഇവിടെയും ഉണ്ടായെന്നാണ് പൊതുജനം പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഇതാണ്. അത് കൊണ്ട് സമഗ്രമായ RDO അടക്കമുള്ളവർ വന്ന് സമഗ്രമായ ഒരു ഇൻക്വസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണമാണ് ഇതിനാവശ്യം. ശരി, ഈ ബോഡിയോട് അങ്ങേയറ്റം ആദരവ് UDFിനുണ്ട്. അത് ഇതിലൊരു സംശയമുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി ഈ ചെല്ലപ്പൻ എന്ന് പറയുന്ന വ്യക്തി മറ്റ് ചില രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിലാണ് UDF സംശയിക്കുന്നത്. അതുകൊണ്ട് ഈ ബോഡി പെട്ടെന്ന് എടുത്തു മാറ്റുന്നുള്ള ശ്രമം ഇവിടെ ഉണ്ടായി. നാട്ടുകാർ തടഞ്ഞുകൊണ്ടാണ് ഇവിടെ നിന്നത്. ഇത് നിയമപരമായി എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് മാത്രമേ ബോഡി ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാനുള്ളതാണ് UDFിൻ്റെ അഭിപ്രായം. അത് തന്നെയാണ് ഡോക്ടർ കുമാർ. അത് വിശദമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുകയും. സംശയങ്ങൾ ദൂരീകരിക്കട്ടെ, എന്താണ് സംഭവിച്ചതെന്ന് അറിയട്ടെ, വിശദമായ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അത് മൃതദേഹം അവിടെ നിന്ന് മാറ്റട്ടെ. വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഒരാൾ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ ആ അവസാനിപ്പിക്കാൻ എടുക്കുന്ന ഒരു തീരുമാനമുണ്ടല്ലോ, ഒന്നുകിൽ അത് ആർക്കെങ്കിലും എതിരെയായിരിക്കും. പക്ഷേ ജീവിതം അതോടുകൂടി അവസാനിച്ചു, പിന്നീട് ഒന്നും ഇല്ലല്ലോ. അതെന്തിനാണ് ഈ മനുഷ്യർ ഇപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്? ആ സമയത്തൂടെ കടന്നു പോകുന്ന മനുഷ്യർക്കല്ലേ ഇത് മനസ്സിലാക്കും. പക്ഷെ അപ്പോഴും പറയുന്നു, ആത്മഹത്യ ഒരു പ്രശ്നത്തിൻ്റെയും പരിഹാരമേ അല്ല. സാമ്പത്തികമാവട്ടെ മാനസികമാവട്ടെ.